നമസ്കാരം. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഓരോ കാലത്തും ഉയർന്നിട്ടുണ്ട്. തങ്ങളുടെ വോട്ട് നിക്ഷേപമായി ഓരോ മതത്തെയും ചേർത്ത് നിർത്താനുള്ള ശ്രമം രാഷ്ട്രീയ പക്ഷത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അതേസമയം തങ്ങളുടെ ശക്തി വെളിപ്പെടുത്താനുള്ള സന്ദർഭങ്ങളായി മതങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് എത്രമേൽ അപകടകരമായ അവസ്ഥാന്തരമാണെന്ന് ഇരുകൂട്ടരും തിരിച്ചറിയുവാൻ വൈകിപ്പോകാറുണ്ട് എന്നതാണ് മത രാഷ്ട്രീയ ബാന്ധവങ്ങളുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സഭ എപ്രകാരമാണ് ലോകത്തിൽ ആയിരിക്കേണ്ടുന്നത് എന്നതിൻ്റെ ഒരു പഠനക്കുറിപ്പ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർക്കുന്നത് ഏറെ നന്നായിരിക്കും. ഇൻ ദ വേൾഡ് ഓഫ് ദ ചേർച്ച് എന്ന പേരിൽ ഒരു പുസ്തകം റഷ്യൻ അൽമായ വേദപണ്ഡിതൻ പോൾ എവ്ദോക്കിമോവിൻ്റെ ലേഖനങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ സഭയും സമൂഹവും എന്ന ശീർഷകത്തിലൊരു അധ്യായമുണ്ട്. കാരമില്ലാത്ത ഉപ്പ് പോലെ ആകുന്നുണ്ട് പലപ്പോഴും സമൂഹത്തിൽ സഭയുടെ നിലനിൽപ്പ് എന്ന ആത്മവിമർശനം ലേഖനത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെയുണ്ട്. ദൈവം മനുഷ്യനായി എന്ന ദൈവിക പ്രക്രിയയിൽ തുടങ്ങുന്നതാണ് ക്രൈസ്തവ സഭയുടെ സാമൂഹിക പ്രതിബദ്ധത. ദ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ കമ്മ്യൂണിയൻ ഓഫ് സിന്നേഴ്സ് എന്നൊരു കൗതുകമുള്ളൊരു വാചകം ഇവിടെയുണ്ട്. വ്യക്തിപരമായ രക്ഷയ്ക്കപ്പുറം സാമൂഹികമായ ഒരു രൂപാന്തരത്തിനുള്ള പുളിപ്പായി നിലകൊള്ളുന്ന സാന്നിധ്യമാവണം സഭയുടേത്. ദ ചേർച്ച് ദ മോറൽ കോൺഷ്യസ് ഓഫ് ദ ഹ്യൂമാനിറ്റി എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ധാർമ്മിക സാന്നിധ്യമായിരുന്നു കൊണ്ടാണ് സഭ അതിൻ്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുത്തേണ്ടുന്നത്, അല്ലാതെ ഇലക്ഷനുകളിലെ വോട്ടിൻ്റെ ബലത്തിലല്ല. അപ്പസ്തോലിക സഭയെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യം ആദിമകാല ചരിത്രകാരൻ യൗസേബിയസിന്റെ വാക്കുകളിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ദ ക്രിസ്ത്യൻസ് ഷെയർ നോട്ട് ഓൺലി ദ ബ്രെഡ് ആൻഡ് വൈൻ അറ്റ് ദ ആൾട്ടർ ബട്ട് ഓൾസോ വാട്ട് ദേ പൊസസ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ടു ദ നീഡി, ക്ലോത്തിങ് ആൻഡ് അതർ നെസസിറ്റീസ്, ബിക്കോസ് ഇൻ ദം ദേ റെക്കഗ്നൈസ് ദെയർ ബ്രദേഴ്സ്. വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവൻ ബലിയായി തീരാൻ പഠിച്ചു തുടങ്ങുന്നത് ഇവിടെയാണ് പ്രിയരെ. ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്ക പോലെ ദൈവം അത്രമേൽ സ്നേഹിച്ചിരുന്നതിനെ അനുകരിപ്പാൻ തുടങ്ങുന്നതും ഇവിടെ തന്നെ. നിസ്വാർത്ഥമായ ദിവ്യ സ്നേഹത്തിന്റെ പ്രത്യക്ഷ അടയാളമാവുകയാണ് നമ്മുടെ ആത്മീക ഉത്തരവാദിത്വം. ഇത്തരം ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാവും നിക്കോളാസ് ബെർദേവ് പറഞ്ഞത്, ബ്രെഡ് ഓഫ് മീ ഈസ് എ മെറ്റീരിയൽ ക്രിസ്ത്യൻ, ബട്ട് ബ്രെഡ് ഫോർ മൈ നെയ്ബർ ഈസ് എ സ്പിരിച്വൽ ക്രിസ്ത്യൻ. ഈ ആത്മീയ പ്രതിസന്ധിയെ മറികടക്കാനുള്ളതാവണം പ്രിയരെ ഓരോ നോമ്പുകാലവും. നമസ്കാരം.